ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നമ്മുടെ ചോളം വെച്ചിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു ചോളം എടുത്തിട്ടുണ്ട്, ഒരു സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലീഫൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം, നമുക്കത് പിന്നീട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് നമ്മുടെ ഈ സ്വീറ്റ് കോണൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ 2 പീസിൽ നിന്നും ഇതുപോലെ സ്ലൈസ് ചെയ്ത് എല്ലാം എടുത്തു. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്കൊരു 1/4 കപ്പോളം നമുക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കോൺഫ്ലോർ പൊടി. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്വീറ്റ് കോൺ അത്യാവശ്യം പേര് പോലെ തന്നെ സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഷുഗർ ചേർക്കേണ്ടതില്ല. അപ്പം ഞാനിവിടെ ശർക്കര ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഷുഗർ ചേർത്തത്. ശരിക്കും ശർക്കരയാണ് ചേർക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഹെൽത്തിയാണ് ശർക്കര ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ശർക്കര ചേർത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ കോണിൻ്റെ ലീഫൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് വൃത്തിയാക്കി അതിലേക്ക് ഈ മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ 1-2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ 4 ആക്കി ഒന്ന് മടക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇല മാറ്റി വെച്ചത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കോണിൻ്റെ ഇലയിൽ തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ 2 സ്പൂൺ വയ്ക്കുക. നമുക്ക് 4 ആയിട്ട് മടക്കി നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ഇലകളിലേക്കും നമ്മുടെ മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ 4 ആക്കി മടക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മതി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അട ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ചോളത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ചോളം. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഡയറക്റ്റ് ചോളം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ അടയായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ ധാരാളം ഫൈബർ കണ്ടൻ്റ് ഉള്ളൊരു ഫുഡാണ് നമ്മുടെ ചോളം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊരു കട്ടൻ ചായയും നമ്മുടെ ഈ ചോളത്തിൻ്റെ അടയൊക്കെ കൂട്ടി വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാനും വളരെ നല്ലതാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി ചാനലിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.